ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വസുന്ധര അമ്മയുടെ മുറിയിലേക്ക് അരുൺ വന്നിട്ട് പറയുന്നു, എനിക്ക് അമ്മയോട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. എന്നാൽ അരുൺ അവിടേക്ക് വന്നപ്പോൾ വസുന്ധര ടെൻഷനോടെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഈശ്വര, ഇനി ഇവൻ എന്താണാവോ വന്ന് പറയാൻ പോകുന്നത്? ഇനി എല്ലാം അറിഞ്ഞിട്ടുള്ള വരവാണോ എന്തോ? എന്താ മോനെ, എന്താ കാര്യം എന്ന് വസുന്ധര അരുണിനോട് ചോദിച്ചപ്പോൾ അരുൺ പറയുന്നുണ്ട്, അമ്മേ, ആരാ അമ്മേ ആ പെണ്ണ്? പെട്ടെന്ന് അത് കേട്ട് ഞെട്ടലോടെ വസുന്ധര മനസ്സിൽ വിചാരിക്കുന്നു, ഈശ്വര, പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണല്ലോ. ഏത് പെണ്ണ് എന്ന് ഒന്നും അറിയാത്തതുപോലെ വസുന്ധര ചോദിക്കുന്നു. അരുൺ പറയുന്നു, ആദ്യേട്ടനെ അന്വേഷിച്ച് അന്ന് ഈ വീട്ടിലേക്ക് വന്ന പെണ്ണ്, ആ പെണ്ണല്ലേ അമ്മയ്ക്ക് ബ്ലഡ് തന്നത്? അവളെയല്ലേ പിന്നെ ഒരു ദിവസം അമ്മയും ഐശ്വര്യയും കൂടി ഇവിടേക്ക് കൊണ്ടുവന്നത്? ഇത് കേട്ട് ഐശ്വര്യയും തൊട്ടപ്പുറത്ത് തന്നെയുണ്ട്. ഇത് കേട്ടുകൊണ്ട് വസുന്ധര പറയുന്നു, എനിക്ക് ആശുപത്രിയിൽ വെച്ച് ബ്ലഡ് തന്ന കുട്ടി, അത്രേ മാത്രമേ ഉള്ളൂ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. അത് കേട്ട് അരുൺ ചോദിക്കുന്നുണ്ട്, അമ്മയുടെ മുഖമെന്താ വല്ലാണ്ടിരിക്കുന്നത്? അമ്മയുടെ ശബ്ദവും പതറിയിരിക്കുന്നല്ലോ, എന്താ അമ്മേ? പെട്ടെന്ന് വസുന്ധര പറയുന്നു, നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്? എന്റെ ശബ്ദം പതറിയിട്ടൊന്നുമില്ല. എനിക്കൊരു പെണ്ണിനെ മറിഞ്ഞുകൂടാ, നീ ചെന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക്. എനിക്കറിയാം ആ പെണ്ണ് യഥാർത്ഥത്തിൽ ആരാണെന്നും ആ പെണ്ണിനെ വ്യക്തമായിട്ട് അമ്മയ്ക്ക് അറിയാമെന്നും അറിയാം. എന്തൊക്കെയാ മോനെ നീ പറയുന്നത്? ആ പെണ്ണിനെ എനിക്ക് അറിയത്തുമില്ല, അങ്ങനെ ഒരു പെണ്ണുമില്ല എന്ന് വസുന്ധര പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു, എന്നാ പിന്നെ ഞാൻ പറയട്ടെ ആ പെണ്ണ് ആരാണെന്ന്. ആദ്യേട്ടൻ ഇഷ്ടപ്പെടുന്ന ആളല്ലേ അത് എന്ന് അരുൺ പറഞ്ഞപ്പോൾ ഒരു സമാധാനമായി. ഇനിയിപ്പോൾ അഭിരാമിയെ കുറിച്ച് കാണാൻ അറിഞ്ഞു എന്ന ടെൻഷനിലായിരുന്നു അമ്മ. ഇത് കേട്ടപ്പോൾ അമ്മ പറയുന്നു, ഏയ് മോനെ, എനിക്കൊന്നും അറിയില്ല അത്. അമ്മയ്ക്ക് എല്ലാം അറിയാം, എന്നിട്ട് അമ്മയ്ക്ക് ഒന്നും അറിയാത്തതുപോലെ എന്റെ മുമ്പിൽ ഭാവിക്കുകയാണ്. അമ്മേ, സത്യം പറ, അമ്മയ്ക്ക് അറിയില്ല ആ കുട്ടി ആരാണെന്ന്? അമ്മയ്ക്ക് എല്ലാം അറിയാന്ന് എനിക്ക് മനസ്സിലായി. കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് കരുതി അമ്മയെല്ലാം ഒരുങ്ങിയിരിക്കുകയല്ലേ. ഇനി ഞാനൊന്നും സഹിക്കില്ല. ഏട്ടനാണെന്ന് കരുതി ഞാൻ എല്ലാം അടങ്ങിയിരിക്കുമായിരുന്നു. ഇനി അങ്ങനില്ല. ഇനി ശക്തമായി പ്രതികരിക്കാൻ പോവാണ്. അത് കേട്ട് വസുന്ധര പറയുന്നു, മോനെ, നീ എന്തൊക്കെയാ ഈ പറയുന്നത്? അരുൺ ദേഷ്യത്തോടെ പറയുന്നു, അമ്മയ്ക്കൊന്നും അറിയില്ല അല്ലേ? ഞാൻ അമ്മയ്ക്ക് അറിയിച്ചു തരാം എന്താണെന്ന്. അവളെ കണ്ടുപിടിച്ച് ഞാൻ അമ്മയുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തും. അവളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും അവൾ ആരാണെന്ന്. പിന്നെ അവൾ അന്ന് തന്നില്ലേ കുറച്ച് ബ്ലഡ്, അത് അമ്മ അങ്ങ് തിരിച്ചു കൊടുത്താൽ മതി. മോനെ, വേണ്ട, നീ പേടിക്കുന്നത് പോലെയൊന്നുമില്ല, ആദ്യോട് ഞാൻ ചോദിക്കാം എന്ന് വസുന്ധര പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു, എന്ത് ചോദിക്കാന്ന്? ഇനി ചോദിക്കലും പറച്ചിലും ഒന്നുമില്ലമ്മേ. ആ പെണ്ണിനെ ഇനി കാണാൻ പാടില്ലാന്ന് അമ്മ ഓർഡർ കൊടുത്താൽ മതി. മോനെ, നീ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അമ്മയ്ക്ക് പേടിയാവുകയാണ്. മോനെ, നീ ഇതിലൊന്നും ഇടപെടണ്ട. നിന്നെ അമ്മ ഇനി കൂടുതൽ സംരക്ഷിക്കേണ്ടത്. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ അമ്മയ്ക്ക് സഹിക്കാൻ കഴിയില്ലടാ എന്നൊക്കെ വസുന്ധര പറഞ്ഞപ്പോൾ ഒന്നും മനസ്സിലാകാത്തത് പോലെ അരുൺ ചോദിക്കുന്നു, അമ്മ എന്താ ഈ പറയുന്നത്? ഞാൻ പറയുന്നത് എന്താണെന്ന് കുറെ കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാകും എന്ന് വസുന്ധര പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു, എനിക്ക് മനസ്സിലായി അമ്മ. ഞാൻ ആദ്യേട്ടനുമായിട്ട് വഴക്കുണ്ടാക്കും എന്നുള്ള പേടിയുണ്ടല്ലോ ഇങ്ങനെയൊക്കെ പറയുന്നത്. അമ്മേ, ഈ കാര്യത്തിൽ ഉറപ്പായിട്ട് ഞാൻ വഴക്കുണ്ടാക്കും, അത് തീർച്ചയാണ്. അമ്മ ആദ്യേട്ടനെ പറഞ്ഞ് മനസ്സിലാക്കിക്കോ. ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. ഞാൻ ആ പെണ്ണിനെ പോയി കണ്ട് സംസാരിക്കും, ആ വഴക്കുണ്ടാക്കുകയും ചെയ്യും. അത്രയും പറഞ്ഞിട്ട് അരുൺ പുറത്തേക്ക് പോകുന്നു. ഇതെല്ലാം കേട്ട് ആ ഒരു സൈഡിൽ നിന്ന് ഐശ്വര്യ പെട്ടെന്ന് അവിടെ നിന്നും മാറുന്നുണ്ട്. ടെൻഷനോടെ വസുന്ധരാമയും നിൽക്കുന്നു. എന്നാൽ ഇവരുടെ സംസാരം അപ്പുറത്തെ മുറിയിൽ നിന്ന് ആദി കേൾക്കുന്നുണ്ടായിരുന്നു. അരുൺ അവിടെ നിന്ന് പോയതിനു ശേഷം ആദി അമ്മയുടെ മുറിയിലേക്ക് വന്നു. അമ്മേ, അരുൺ എന്താണ് അമ്മയോട് സംസാരിച്ചത് എന്ന് ആദി ചോദിച്ചപ്പോൾ അമ്മ പറയുന്നു, നീ ഉദ്ദേശിച്ചത് തന്നെയാണ് അവൻ എന്നോട് സംസാരിച്ചത്. അതിരിക്കട്ടെ, ആരാ ആ പെണ്ണ്? ഏത് പെണ്ണ് എന്ന് ആദി ചോദിച്ചപ്പോൾ വസുന്ധര പറയുന്നുണ്ട്, അശ്വതി, അത് ഏത് പെണ്ണാണ്? ആദി പറയുന്നു, അരുണോട് ഓരോന്ന് പറഞ്ഞ് പിടിപ്പിച്ച് കാണുമല്ലേ, എനിക്കറിയില്ലമ്മേ, അത് ഏത് പെണ്ണാന്ന് എനിക്ക് അറിയില്ല. ശരി, അഭിരാമി അറിയോ? പറ, നിനക്ക് അഭിരാമി അറിയോ എന്ന് വസുന്ധര ചോദിച്ചപ്പോൾ ടെൻഷനോടെ ആദി പറയുന്നു, അമ്മ എല്ലാം അറിഞ്ഞല്ലേ? എല്ലാം ഞാൻ അറിഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് കുഴിച്ചു മൂടിയ രഹസ്യങ്ങൾ ഇപ്പോ ഉയർത്തെഴുന്നേറ്റ് വരുവാ. നേരിടാൻ നമ്മുടെ ഭാഗത്ത് ആരുമില്ല, ഞാനും നീയും മാത്രം. അരുണിന്റെ ജീവിതത്തിലേക്ക് അവളിനി കടന്നു വരാൻ പാടില്ല. നമ്മൾ രണ്ടുപേരും ഒറ്റക്കെട്ടായി നിന്ന് അശ്വതിയെ എതിർക്കണം. അമ്മയെ മറ്റാരെയും അറിയിക്കാതെ ഞാൻ അവളുടെ കാല് പിടിച്ചു അപേക്ഷിച്ചു. ഈ കാര്യം ആരെയും അറിയിക്കാതിരിക്കാൻ ഒതുക്കി തീർക്കാൻ ശ്രമിക്കുകയായിരുന്നു ഞാൻ. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും അവൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ്. അവൾ ഈ നാട്ടിൽ നിന്ന് പോവില്ലെന്നാ പറയുന്നത്. വസുന്ധര പറയുന്നു, പോണം, അവൾ ഈ നാട്ടിൽ നിന്ന് പോണം. ആദി പറയുന്നു, അവളെയും കുഞ്ഞിനെയും ഓടിക്കാനുള്ള ശ്രമത്തിലാണ് ഞാനിപ്പോ. വസുന്ധര പറയുന്നുണ്ട്, നീ ഇനി ഒന്നും ചെയ്യണ്ട, ഇനി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. അത് കേട്ട് ആദി പറയുന്നു, അല്ലമ്മേ, അമ്മ മാത്രമായാൽ കാര്യങ്ങളൊന്നും നടക്കില്ല. അവൾ അത്രയ്ക്ക് സ്ട്രോങ് ആണ്. ഞാൻ എന്തുമാത്രം സ്ട്രോങ് ആണെന്ന് അവൾ അറിയും. അവൾ ഇനി നാട്ടിൽ നിൽക്കില്ല. ഞാനത് നിർത്തില്ല. അവളെ ഞാൻ ഇവിടെ നിന്ന് ഓടിക്കും. അത് കേട്ട് ആദി പറയുന്നു, അമ്മയെ വളരെ ശ്രദ്ധിച്ചു വേണം കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ. ആ ശ്യാമ അവൾക്ക് സപ്പോർട്ടായിട്ടുണ്ട്. നമുക്ക് ശ്യാമയെ ശ്രദ്ധിക്കണം. വസുന്ധര പറയുന്നു, ഞാൻ ശ്യാമയെ വിളിച്ച് താക്കീത് പോലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവൾ അത് അനുസരിക്കുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അത് കേട്ട് ആദി പറയുന്നു, പറയാൻ കഴിയില്ലമ്മേ, അശ്വതിയുടെ കഥ കേട്ടാൽ അവളുടെ മനസ്സലിയും.
ഇനി അങ്ങനെ ഒരു അലുവ അവൾക്ക് വന്നാൽ ഞാൻ ശ്യാമയെ പിന്നെ ഇവിടെ വെച്ചു വാഴിക്കില്ല. അടുത്ത നിമിഷം പടിക്ക് പുറത്തായിരിക്കും അവൾ എന്ന് വസുന്ധര പറഞ്ഞപ്പോൾ ആദി പറയുന്നു അമൃതയും കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. വസുന്ധര പറയുന്നു അമൃതയുടെ കാര്യം സാരമില്ല, പേടിക്കേണ്ടത് ശ്യാമയെ തന്നെയാണ്. അവൾ ചിലപ്പോൾ അശ്വതിയെ അരുണുമായി കൂട്ടുമുട്ടിക്കും. പക്ഷേ അശ്വതി എന്ന് വീട്ടിൽ വന്നപ്പോൾ അരുൺ കാണാതെ അശ്വതിയെ രക്ഷിക്കാൻ നോക്കിയവളാണ് ശ്യാമ. അതുകൊണ്ട് ശ്യാമയുടെ മനസ്സിൽ വ്യക്തമായിട്ട് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അമ്മ ടെൻഷൻ അടിക്കേണ്ട, കാര്യങ്ങളിൽ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് ആദ്യം മുറിയിലേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് വളരെ സന്തോഷത്തോടെ മുറിയിൽ നിന്നും ഡ്രസ് ചേഞ്ച് ചെയ്യുകയാണ് അഖിൽ. ശ്യാമയുടെ ടെൻഷനുള്ള ഭാവം കാണുന്നുണ്ട് അഖിൽ. ഇന്നു മുതൽ സംഗീത സാഗരത്തിന്റെ പുതിയ ഘട്ടം ആരംഭിക്കുകയാണ്. നമ്മുടെ കമ്പനിക്ക് വേണ്ടി നടത്തുന്ന ആദ്യത്തെ ആൽബം ഇറക്കുന്നതിനുള്ള പദ്ധതി. ശ്യാമ പറയുന്നു സർ, എനിക്ക് നല്ല ടെൻഷനുണ്ട്. എല്ലാ ദിവസവും പോകുമ്പോൾ എവിടേക്കാ പോകുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചാലോ? അതൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ആരെങ്കിലും ചോദിച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒഴിവ് കഴിവ് പറഞ്ഞ് രക്ഷപ്പെടാന്ന് അഖിൽ പറയുന്നു. നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലെത്തിയിട്ട് മാത്രമേ ലോകം ഈ കാര്യങ്ങളൊക്കെ അറിയൂ എന്ന് അഖിൽ ശ്യാമയോട് പറയുന്നു. ഇവരുടെ സംസാരം മറിഞ്ഞെന്ന് കേൾക്കുകയാണ് ഐശ്വര്യ. അവരുടെ രഹസ്യങ്ങൾ എന്താണെന്ന് ഞാൻ കണ്ടുപിടിക്കും. എന്നാലും എനിക്ക് ചെറിയ പേടി പോലെ ഉണ്ട് സർ എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ ശ്യാമയെ ചേർത്ത് നിർത്തിയിട്ട് അഖിൽ പറയുന്നു ഒന്നും പേടിക്കണ്ട. അങ്ങനെ ശ്യാമയും കൊണ്ട് പുറത്ത് ഒരു ബീച്ചിനരികിൽ ശ്യാമയും കൊണ്ട് വന്നിരിക്കുകയാണ് അഖിൽ. വളരെ സന്തോഷത്തോടെ അവിടെ എത്തിയതിനു ശേഷം ശ്യാമ പറയുന്നു ശശികുമാർ സാറുമായി കണ്ടുമുട്ടിയ ഈ സ്ഥലത്ത് വെച്ച് നമുക്ക് സാധകം തുടങ്ങിയാലോ? ഒരു പോസിറ്റീവ് എനർജി തോന്നുവാണ്. എങ്കിൽ പിന്നെ എന്നും രാവിലെ നമുക്ക് ഇങ്ങോട്ട് വരാമെന്ന് അഖിൽ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു എന്നും ഇങ്ങോട്ട് എന്റെ കൂടെ വരാൻ സാറിന് കഴിയുമോ? എടോ, ലോകം മൊത്തം അറിയുന്ന ഒരു ഗായികയാക്കണം തന്നെ. അതിനുവേണ്ടി ഞാൻ ഇനി എന്തും ചെയ്യും. അതാണ് എന്റെ ലക്ഷ്യം. താൻ ദേശീയ അവാർഡ് വാങ്ങിക്കുന്ന ദിവസം മുൻനിരയിൽ നിന്ന് എനിക്കത് കാണണം, മനസ്സ് നിറയെ കാണണം എന്നൊക്കെ അഖിൽ പറയുന്നുണ്ട്. ഈ സമയം അവരുടെ പിന്നാലെ തന്നെ ഐശ്വര്യയും എത്തി. ഐശ്വര്യ ഒരു മറവിൽ നിന്ന് അവരെ ശ്രദ്ധിക്കുന്നു. ഇവിടെ എന്താ ഇവരുടെ പരിപാടി? എന്തോ രഹസ്യമുണ്ടല്ലോ എന്ന് ഐശ്വര്യ മനസ്സിൽ വിചാരിക്കുമ്പോൾ അഖിൽ ശ്യാമയോട് പറയുന്നു രാജ്യത്തെ മുഴുവൻ ജനങ്ങളും നിനക്ക് വേണ്ടി കൈയടിക്കുന്ന ഒരു ദിവസം വരും. കൃഷ്ണ തുളസി എന്ന ആൾ മറിഞ്ഞിരുന്ന് താനാണ് പാടുന്നത് എന്നറിയുമ്പോൾ യഥാർത്ഥത്തിൽ എല്ലാവരും ഞെട്ടുമെന്ന് അഖിൽ ശ്യാമയോട് പറഞ്ഞപ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് ഐശ്വര്യ. കൃഷ്ണ തുളസിയോ? ഇവളാണോ കൃഷ്ണ തുളസി? ഏയ്, ഇവളെങ്ങനെയാ കൃഷ്ണ തുളസി എന്ന പാട്ടുകാരിയാവുന്നത് എന്ന് ഐശ്വര്യ പറയുന്നു. ഇതേ സമയം ശ്യാമ അഖിലിനോട് പറയുന്നുണ്ട് പറഞ്ഞില്ലേ, സാറിന്റെ വാക്കുകൾ എന്റെ ഹൃദയം തളയ്ക്കാണ്. ഏത് ഭാര്യയ്ക്കും ഒരു പൂർണ്ണത ജീവിതത്തിൽ വരുന്നത് അവളെ പിന്തുണയ്ക്കുന്ന ഒരു ഭർത്താവിനെ കിട്ടുമ്പോഴാ. എനിക്ക് പാടണം എന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ ആളുകളുടെ മുന്നിൽ വലിയൊരു പാട്ടുകാരിയാവണം എന്നുള്ള മോഹം എനിക്കില്ലായിരുന്നു. സാറായിട്ട് എന്റെ ആഗ്രഹം സാധിച്ചു തരാൻ പോവുകയാണ്. എന്നെ ഒരു ഗായികയാക്കാൻ പോവുകയാണ്. സാറിനെ തൊട്ട് തൊഴുതു വേണം എന്റെ പുതിയ ഘട്ടം തുടങ്ങാൻ എന്ന് പറഞ്ഞ അഖിലിനെ തൊഴുകുകയാണ് ശ്യാമ. ശരി, സാധകം തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞ് ശ്യാമയുടെ അരികിൽ തന്നെ അഖിൽ നിൽക്കുന്നു. അവിടെ ഒരു ബെഞ്ചിൽ ശ്യാമ ഇരുന്ന് പാടാൻ തുടങ്ങി. ഇതെല്ലാം ശ്രദ്ധിച്ച് ഐശ്വര്യയും അരികിൽ തന്നെയുണ്ട്. അങ്ങനെ ശ്യാമ പാടുന്നുണ്ട്. പാടി പാടി ശ്യാമ ഇങ്ങനെ നടന്നു പോകുന്നു. ഇവരുടെ പിന്നാലെ തന്നെ ഐശ്വര്യയും. ഈ ശ്യാമ പാടുന്നത് ഐശ്വര്യ കേട്ടു. അങ്ങനെ ആ പാട്ടിന്റെ പൂർണ്ണതയിലേക്ക് എത്തിയപ്പോൾ പെട്ടെന്ന് ശ്യാമ അങ്ങോട്ട് നോക്കിയപ്പോൾ ഐശ്വര്യയെ കാണുന്നു. സാർ, അത് ഐശ്വര്യ ഏട്ടത്തിയല്ലേ എന്ന് അഖിലിനോട് പറയുന്നു. ഐശ്വര്യ ഏട്ടത്തിയോ? എവിടെ എന്ന് അഖിൽ ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് കുറച്ചുകൂടി നന്നായി മാറി ഐശ്വര്യ നിൽക്കുന്നു. അവിടെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് അവിടെ നിന്ന് ആരോ മാറുന്നത് പോലെ എനിക്ക് തോന്നി എന്നൊക്കെ ശ്യാമ പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നു തനിക്ക് തോന്നിയതായിരിക്കും. കഴിഞ്ഞ ദിവസത്തെ സംഭവങ്ങൾ വെച്ച് ആലോചിച്ച് നോക്കിയപ്പോൾ തനിക്ക് വെറും തോന്നൽ മാത്രമായിരിക്കും. താൻ വാടോ, അവിടെയെങ്ങും ആരുമില്ല. ഇത്തരം ചിന്തകൾ മനസ്സിൽ വരരുത് എന്നൊക്കെ അഖിൽ പറയുന്നുണ്ട്. ഇവൾ ഇത്രയും വലിയ പാട്ടുകാരിയാണോ? എന്തിനാ ഇവൾ ഈ വിവരം മറച്ചു വെച്ചത്? ഇത്രയും വലിയ പാട്ടുകാരിയാണ് ഇവളെന്നറിഞ്ഞാൽ അമ്മ പിന്നെ ഇവളെ നിലത്ത് വെക്കില്ല. എന്തു വന്നാലും ഇവൾ പാട്ടുകാരിയാണെന്നുള്ള വിവരം വീട്ടിലുള്ള ആരും അറിയരുത്. കൃഷ്ണ തുളസി ഇവളാണെന്നറിഞ്ഞാൽ പിന്നെ എല്ലാവരും കൂടി ഇവളെ തലയെ കൊണ്ട് നടക്കും. അരുന്ധതി ആന്റി ഒഴികെ ഇവൾ പാട്ടുകാരിയാണെന്നുള്ള രഹസ്യം മറ്റാരും അറിയരുത്. അങ്ങനെ ശ്യാമയും കൂട്ടി അഖിൽ പോകുന്നു. ഇതേ സമയം ജഗനും ജയേഷും തമ്മിൽ പുറത്തു വെച്ച് കാണുന്നു. മ്യൂസിക് കമ്പനിയെ കുറിച്ചാണ് അവരുടെ സംസാരം. അവർ സൺഷൈൻ ഗ്രൂപ്പുമായിട്ട് കോൺട്രാക്ട് വെച്ചു. നമുക്ക് ഇനി കരുതി കളിക്കണം. ഒരിക്കലും ഇവർ അതിൽ ഒപ്പുവെക്കരുത്. ആ കോൺട്രാക്ട് അവർക്ക് കിട്ടുകയും ചെയ്യരുത്. എങ്ങനെയും അവരെ തകർക്കണം എന്നൊക്കെ ജയേഷിനോട് പറയുകയാണ് ജഗൻ. പിന്നീട് കാണിക്കുന്നത് ആദി വണ്ടി ഓടിച്ചു പോകുന്നുണ്ട്. ആദിയെ അരുൺ പിന്തുടരുന്നത് ആദി ശ്രദ്ധിക്കുന്നു. ഇവൻ കുറെ നേരമായി പിന്തുടരുകയാണല്ലോ. യാതൊരു കാരണവശാലും അരുണും അശ്വതിയും തമ്മിൽ കാണരുത്. അങ്ങനെ ആദി ഒരു സ്ഥലത്ത് വണ്ടി ഒതുക്കി അരുണിനെ കാണുന്നു. എന്താടാ, നീ എന്റെ പുറകെ കൂടിയിരിക്കുവാണല്ലോ എന്ന് ആദി പറഞ്ഞതും അരുൺ ചോദിക്കുന്നു ഏട്ടന്റെ പുറകെ കൂടിയെന്നോ? ഞാൻ പൊതുവഴി കൂടെ വണ്ടി ഓടിച്ചു പോവുമല്ലേ. ശരി, ഇനി അതിനെപ്പറ്റി ഒരു തർക്കം വേണ്ട, നീ ചെല്ല് എന്ന് ആദി പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു ഇല്ല, എനിക്ക് പോയിട്ട് ധൃതിയൊന്നുമില്ല. ഏട്ടൻ ചെല്ല്. അത് കേട്ട് ദേഷ്യത്തോടെ ആദി ചോദിക്കുന്നു എന്താ നിന്റെ ഉദ്ദേശം? അരുൺ പറയുന്നു എന്റെ ഉദ്ദേശമോ?
ഏട്ടന്റെ ഉദ്ദേശം നടത്താതിരിക്കുക, അത് തന്നെയാ എന്റെ ഉദ്ദേശം. ഏട്ടൻ ഇങ്ങനെ നോക്കണ്ട. ഞാൻ ഉപദേശിക്കേണ്ട രീതിയിലൊക്കെ ഉപദേശിച്ചു. ഇനിയും ഉപദേശിച്ചു സമയം കളയാൻ ഞാനില്ല. നീ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് അരുണെ എന്നൊക്കെ ആദി പറഞ്ഞപ്പോൾ അരുൺ പറയുന്നുണ്ട്. ഇല്ല, ഇനി ഒരിക്കലും ഏട്ടനെ അങ്ങനെയുള്ള ഒരു വഴിയിൽ പോയി വീഴാൻ ഞാൻ സമ്മതിക്കില്ല. അവൾ ആരാ എന്ന് അരുൺ ചോദിച്ചപ്പോൾ ആദി മനസ്സിൽ വിചാരിക്കുന്നു. അവൾ ആരാണെന്നോ? അവൾ നിന്റെ പെണ്ണാടാ. അവളെ ഈ നാട്ടിൽ നിന്ന് ഓടിച്ച് നിന്റെ ജീവിതം രക്ഷിക്കാൻ നോക്കുവാടാ ഞാൻ. പിന്നെയും ആവർത്തിച്ച് ചോദിക്കുകയാണ് അരുൺ ആ പെണ്ണ് ആരാണെന്ന്. ദേഷ്യത്തോടെ ആദി പറയുന്നു. ഏത് പെണ്ണിന്റെ കാര്യമാടാ നീ ഈ പറയുന്നത്? അരുൺ പറയുന്നു. ഇതുവരെ ചേട്ടൻ ആ പെണ്ണെ ആരാണെന്ന് അറിയില്ലേ? വീട്ടിൽ അതിന്റെ ഒരു പുകച്ചിൽ നടക്കുവാണ്. ഒരു ദിവസം ഏട്ടനെ അന്വേഷിച്ച് ആ പെണ്ണ് വീട്ടിലേക്ക് വന്നില്ലേ? ആ പെണ്ണ് ആരാണെന്നാണ് ഞാൻ ചോദിച്ചത്. ഉണ്ട്, ഏട്ടന്റെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് എത്തിയിരിക്കുകയാണ് എന്ന് അരുൺ പറഞ്ഞപ്പോൾ ആദ്യം നിവർത്തി കേടുകൊണ്ട് പറയുന്നു. ശരി, എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു പെണ്ണ് വന്നു, അതിന് നിനക്കെന്താടാ? പറയടാ, എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണ് വന്നു, അതിൽ നീ എന്തിനാടാ ഇടപെടുന്നത്? ഇടപെടും, എന്റെയും കൂടി കുടുംബത്തെ ബാധിക്കുന്ന പ്രശ്നമാണ്, അതുകൊണ്ട് ഞാൻ അതിൽ ഇടപെടുമെന്ന് ദേഷ്യത്തോടെ തന്നെ അരുണും പറയുന്നുണ്ട്. അരുണെ, നീ കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് പെരുമാറുന്നത്. നീ ചിന്തിക്കുന്നത് പോലെ അല്ല കാര്യങ്ങള്. നീ എന്നെ എന്റെ വഴിക്ക് വിട്ടേക്ക്. ചില കാര്യങ്ങളിൽ മറ്റുള്ളവർ തലയിടാൻ വരരുത്, അതാണ് നല്ലത് എന്ന് ആദ്യം പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു. മറ്റുള്ളവർ തലയിടാൻ വരരുത് അല്ലേ? എന്ന് വെച്ചാ ഞാൻ മറ്റുള്ള ആരെങ്കിലും ആണെന്നോ? ഏട്ടൻ എന്നോട് പറയേ, ഞാൻ കാര്യങ്ങളൊക്കെ ശരിയാക്കാം. നീ പോ എന്ന് പറഞ്ഞ് കാറിലേക്ക് കയറാൻ തുടങ്ങുകയാണ് ആദി. എന്നാൽ ആദ്യ പിന്നെയും വിടാതെ പിന്തുടർന്ന് അരുൺ പറയുന്നു. അങ്ങനെ പോവാൻ പറഞ്ഞാൽ ഞാൻ പോവില്ല. എന്റെയും കൂടി വീടാണ് ആനന്ദ നിലയം. അവിടെ പുറത്തുനിന്ന് ഒരു പെണ്ണ് വന്ന് താമസിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതിനുവേണ്ടിയാടാ ഞാൻ ഈ ഓട്ടോ ഓടുന്നത് എന്ന് മനസ്സിൽ വിചാരിച്ച് കാറിലേക്ക് കയറി പോവുകയാണ് ആദി. തുടർന്ന് അരുന്ധതിയുടെ അടുത്തേക്ക് ഐശ്വര്യ എത്തി. ജഗനും അവിടെ എത്തിയിരിക്കുന്നു. എന്താണ് എന്ന് ജഗൻ ചോദിച്ചപ്പോൾ അരുന്ധതി പറയുന്നു. നമ്മൾ സംശയിച്ചത് ശരിയാണ്. ശ്യാമ സംഗീതം പഠിക്കുന്നു. ദിവസവും ബീച്ചിൽ ചെന്ന് സംഗീതം സാധകം ചെയ്യുന്നു. ഐശ്വര്യ, നീ കണ്ട കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാൻ അരുന്ധതി പറയുന്നു. അങ്ങനെ ഐശ്വര്യ കുറെ കാര്യങ്ങൾ ജഗനോട് പറയുന്നുണ്ട്. അന്ന് ടെറസിൽ വിസ്മയ പാടുന്നതായി ഞാൻ സംശയിച്ചില്ലേ, ആ കാര്യവും. അതിനുശേഷം ഞാൻ അവളെ ശ്രദ്ധിക്കുകയായിരുന്നു. ഇന്ന് അകയും ശ്യാമയും കൂടി കാര്യങ്ങൾ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ട് ഞാൻ അവരെ പിന്തുടർന്നു. അങ്ങനെ അവിടെ ഉണ്ടായ കാര്യങ്ങൾ മുഴുവനും രണ്ടുപേരോടുമായി പറയുകയാണ് ഐശ്വര്യ. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.